ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയിലൊന്നായ ചോക്കാടാണ്. ചോക്കാട് പഞ്ചായത്തിൻ്റെ 6-ാം വാർഡിൽ. ഇവിടെ വന്യജീവി പ്രശ്നങ്ങളും ആന തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇവിടെ നിന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത കൂടിയാണ്. ഇവിടെ വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ പ്രദേശവാസികൾക്കായിട്ട് ഈ 40 സെൻറ്റ് നഗറിൽ വീടുകൾ ഒരുങ്ങുകയാണ്. ഒരു വീടല്ല, 24 വീടുകൾ ലൈഫ് പദ്ധതി പ്രകാരം സർക്കാരിൻ്റെ പിന്തുണയോടെ, പഞ്ചായത്തിൻ്റെയും മറ്റു വകുപ്പുകളൊക്കെ പിന്തുണയോടെയാണ് ഈ 24 വീടുകൾ ഒരുങ്ങുന്നത്. ഇതിലെന്താണ് അത്ര പ്രത്യേകത എന്ന് വെച്ചാൽ 24 വീടുകൾ ഒരിടത്ത് ഒരേ വേഗത്തിൽ ഒരേപോലെ മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കുന്ന തരത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത മെമ്പർ ശ്രീ ഷാഹിന ഗഫൂർ ചേരുന്നുണ്ട്. വളരെ പോസിറ്റീവാവുന്ന ഒരു വാർത്തയായിട്ടാണ് നമുക്കിതിനെ തോന്നുന്നത്. ഈ 24 വീടുകൾ ഒരേ സമയം നിർമ്മിക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയല്ലേ, പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു കാലത്തൊക്കെ? തീർച്ചയായിട്ടും അതെ. നമുക്കറിയാം, നമ്മുടെ ഇവിടുത്തെ നഗറിൽ നമ്മുടെ 40 സെൻറ്റ് ഭാഗത്ത് വളരെയധികം ബുദ്ധിമുട്ടിൽ വീടില്ലാതെ താമസിക്കുന്ന ആളുകളായിരുന്നു, ഷെഡിലൊക്കെ ഉള്ള ആളുകൾ താമസിച്ചിരുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമുക്ക് ലൈഫ് ഭവന പദ്ധതി പ്രകാരം നമുക്ക് നമ്മുടെ ഇവിടുത്തെ ആളുകൾക്ക് 24 വീട് ഈ ഒരു സമയം ഞാൻ മെമ്പറായി കയറിയതിന് ശേഷം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പല വീടുകളും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 1-2 വീടുകൾ പൂർത്തീകരിച്ചിട്ടുള്ളൂ. ഇവരെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കാടിൻ്റെ ഏറ്റവും മോൾ ഭാഗത്ത് താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് വീടെന്ന സ്വപ്നം അത് പൂവണിയാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്ക് ഒരുപാട് ആശ്വാസമാണ് ഈ വീട് കിട്ടിയത്. എത്ര രൂപയാണ് ഓരോ വീടിനും? 4 ലക്ഷം രൂപ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊടുക്കും. പിന്നെ ഇവർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 2 ലക്ഷം രൂപയും കൂടി കൂടുതൽ കിട്ടുന്നുണ്ട്. ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിൻ്റെ വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സമയമാണല്ലോ, എവിടെയെങ്കിലും ഇതിന് തടസ്സമായിട്ടുണ്ടോ? ഇല്ല, ഇവരെ സംബന്ധിച്ച് നമുക്ക് വലിയ തടസ്സമൊന്നും വന്നിട്ടില്ല, നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് പെരുമാറ്റച്ചട്ടം ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയായിരുന്നു. അതിപ്പോൾ മാറിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഈ വർഷത്തെ ഈ ഏപ്രിൽ മുതൽക്കുള്ള പൈസ നമുക്ക് കണക്കാക്കാൻ വേണ്ടിയിട്ട് DPC പോയി അംഗീകാരം വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടർന്ന് കൊടുക്കാൻ പറ്റുന്നതാണ്. എന്നേക്ക് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്? ഇപ്പോൾ ഏകദേശം പണി ലിൻഡൽ വാർപ്പ് വരെ ആയി നിൽക്കുകയാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് അവരെ പുതിയ വീട്ടിലേക്ക് മാസങ്ങൾക്കുള്ളിൽ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിക്കണം എന്നുള്ള ആഗ്രഹമാണുള്ളത്. ഏറ്റവും അധികം ഈ വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശം കൂടിയാണല്ലോ. ആണ് ഏറ്റവും കൂടുതൽ വന്യജീവി ആന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഇവരെ വീട്ടിൻ്റെ മുന്നിൽ ആന വന്ന് നിൽക്കുന്ന അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ കാടുകളൊക്കെ, ഈ റബ്ബറിൽ വന്ന് നിൽക്കുകയാണ് ആന. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ വന്ന് നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഒരു സന്ധ്യ മയങ്ങുന്ന നേരം ആകുമ്പോഴത്തേക്കും വീടിൻ്റെ മുന്നിലേക്ക് ഒക്കെ വന്ന്, കാര്യമായിട്ട് ചക്ക ഉള്ള സമയമായതുകൊണ്ട് ചക്ക തിന്നാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. വരുന്ന സമയത്ത് അവർ വീടിൻ്റെ മുന്നിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ നശിപ്പിച്ച് പോവുകയാണ്. ഈ പുതിയ വീടുകളൊക്കെ നിർമ്മിക്കുമ്പോൾ അതിനൊപ്പം തന്നെ ഈ വന്യജീവി ആക്രമണത്തിൽ നിന്നും സുരക്ഷ നൽകാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടതല്ലേ? തീർച്ചയായും അത് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലിടയ്ക്ക് ഇപ്പോൾ 2 ദിവസം മുമ്പാണ് ഇവിടെ പത്മിനി എന്ന് പറഞ്ഞ അവരുടെ വീടിന് മുന്നിൽ ആന വന്നിട്ട് അവരുടെ വാഴയും അതുപോലെ തന്നെ അവരുടെ വീടിൻ്റെ അടക്കം ഇളക്കി എടുത്ത സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ റിപ്പോർട്ടാക്കിയിട്ട് കളക്ടർക്ക് നേരിട്ട് കൊണ്ട് കൊടുക്കണം എന്നുള്ളതിലാണ് ഇവരെയും കൂടി കൂട്ടി. നിർദ്ദേശം എന്താണ് ഇവർക്ക് സുഖമായി ജീവിക്കാം. നമുക്കെന്നൊക്കെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒരു ആന വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റും? അത് വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കണക്കാക്കിക്കൊണ്ടാണ് ഇവരെയും ഒരു മുൻകരുതൽ ഇവർക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതിന് ആന കാട്ടിൽ നിന്ന് താഴത്തേക്ക് വരാതെ, ഇവർ താമസിക്കുന്ന ഏരിയയിലേക്ക് വരാതെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് പ്രവർത്തനമാണോ ചെയ്യാൻ പറ്റുന്നത് അത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് ചേച്ചി, വീടിന്റെ പണിയൊക്കെ എത്രത്തോളമായി? വീടിന്റെ പണി പാതിയായി നിൽക്കേ. ഇപ്പൊ ഈ വോട്ടിന്റെ തിരക്കായതുകൊണ്ട് പൈസ കയറാൻ കുറച്ച് വൈകി. ഇപ്പം പണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് തന്നെ പാസ്സാകും ഈ മാസം എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ ഒരു വീടിന്റെ പണി ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ആശ്വാസം തോന്നുന്നുണ്ടോ? പിന്നെ 10-30 കൊല്ലമായി ഒരു വീട്ടിൽ നിൽക്കൽ തുടങ്ങിയിട്ട്. ഇങ്ങോട്ട് തിരിയാനും പറ്റൂല, അപ്പുറത്തേക്ക് തിരിയാനും പറ്റൂല. അങ്ങനത്തെ ഒരു വീട് ഒന്നും ആദ്യം ഇവിടെ കയറിനെ. ഇപ്പൊ ഇത് കയറി കിട്ടിയ സന്തോഷം തന്നെയാണ്. സ്വപ്നമാണല്ലേ? ചേട്ടന്റെ വീടാണ് ചേച്ചി പറഞ്ഞ അതേ മോഡൽ എനിക്കും പറയാനുള്ളൂ. ആനയുടെ ഒക്കെ പേടിയുണ്ടോ? ആനനെ പേടി പറഞ്ഞാൽ രാത്രിയല്ലേ, കുറഞ്ഞ പേടിയൊക്കെ ഉണ്ടാവും. ആർക്കും നിൽക്കായാലും നിൽക്കായാലും അതുണ്ടാവും. വേണ്ട എന്താ ഇവിടെ സുരക്ഷിതമായിട്ട് താമസിക്കണം അല്ലേ? അത്രേന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ, മതിലാണോ വൈദ്യുതി ഇതാണോ ആന വരുന്നതിനൊക്കെ നല്ലത് തടസ്സമാവാൻ? മതില് ശരിയല്ല, മതില് ഇവിടെ ഉള്ളതാണ്, അത് ഫുള്ളും പോയി.
ഇനിയിപ്പോൾ കരണ്ടിൻ്റെ എന്തെങ്കിലും പരിപാടി വരികയാണെങ്കിൽ അതാണ് നല്ലത്. നല്ലത്. അല്ലാതെ ആനമാല് നമ്മളെ ഉയരം പൊന്തിച്ചാലും തട്ടിക്കളയും. അല്ലെങ്കിൽ പോയി നോക്കി. അതെ 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 അതെ. ഇതിൻ്റെ ഒരു വലിയ പ്രതിസന്ധിയാണ് ഈ ഒരു മേഖല. നമുക്കറിയാം കാടിനോട് ഏറ്റവും ചേർന്നുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അല്ലേ ധാരാളമായിട്ട് വന്യജീവികൾ വരുന്ന ഏറ്റവും വലിയ ഒരു പ്രദേശം ആദിവാസി താമസിക്കുന്ന സ്ഥലം കൂടിയല്ല 40 സെന്റ്. നമ്മളെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ആദിവാസി കോളനിയാണ്. ആദിവാസി കോളനി എന്ന് ഇപ്പൊ നമുക്ക് പറയാൻ പാടില്ല. അപ്പൊ അത് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഇപ്പൊ അടുത്ത ഒരു കൂട്ടത്തില് ഞങ്ങൾ പുതിയൊരു പേര് ഞങ്ങളുടെ ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഔട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മളെ തൊട്ടടുത്ത് തന്നെ ദിവസങ്ങൾ ഇപ്പൊ നിയമസഭ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കത് കഴിഞ്ഞതിന് ശേഷം പുതിയൊരു പദ്ധതി നമ്മുടെ ഇവിടേക്ക് നമ്മളെ നഗറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇതാക്കിയിട്ടുണ്ട്. സാധാരണ എല്ലായിടത്തും ലൈഫ് പദ്ധതി തുടങ്ങുന്ന സമയത്ത് ഒരു ആവേശമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും ഫണ്ടിൻ്റെ അപര്യാപ്തത, കോൺട്രാക്ടറുകാരെ കിട്ടാത്ത അവസ്ഥ, ഇതിൻ്റെ പിന്നാലെ നടക്കാൻ ആളില്ലാത്തതുകൊണ്ട് മുടങ്ങിപ്പോകുന്ന പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലുള്ള ഒരു സ്ഥിരമായിട്ട് നേരിടുന്ന വെല്ലുവിളിയാണത്. എങ്ങനെയാണ് അതിനെയൊക്കെ അതിജീവിച്ചത്? അത് നമ്മൾ ഇത് വീട് കൊടുത്ത സമയത്ത് തന്നെ പാസ്സായി വന്ന എഗ്രിമെന്റ് വെക്കാൻ വേണ്ടി സമയത്ത് തന്നെ നമ്മൾ ഇത് വീട് പണി എടുക്കുന്ന ആളുകളെ കോൺട്രാക്ടർമാരെ വിളിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവരോട് കൃത്യമായി ഇവരോടൊക്കെ പറയുന്ന ഒരു എഗ്രിമെന്റ് 200 രൂപയുടെ മുദ്ര പേപ്പറിൽ എഗ്രിമെന്റ് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുവിധം വീടൊക്കെ നമ്മളിവിടെ കോളനിയിലുള്ള തന്നെ ഒരു പയ്യനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എപ്പോഴും കാണുന്ന ആളും കൂടി ആയപ്പോൾ അതിനോടൊരു താല്പര്യമുണ്ട്, ആത്മാർത്ഥമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള വീടുകളും പിന്നെ 2-3 വീടുകൾ നമ്മൾ ഇവിടുന്ന് പുറത്താണ് ഉള്ളത്. ഇവിടുന്ന് മാറി വേറെ സ്ഥലത്താണ് കയറ്റുന്നത്. അപ്പോൾ അതും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള 3 ആളാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് വീടിന് ലിസ്റ്റിൽ വന്നിട്ട് അവർക്ക് വീട് വെക്കേണ്ടാത്തത്. അത് ഒന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, പിന്നെ അതുപോലെ ഒന്ന് കൃഷി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഒന്നൊരു ബീറ്റ് ഫോറസ്റ്റിൻ്റെ ഇതിൽ കിട്ടിയ സർക്കാർ ജീവനക്കാരാണ് 3 ആൾ. അപ്പോൾ അവർ 3 ആളാണ് ഇപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്ത് നിൽക്കുന്നത്. ഇതാണ് ചേട്ടൻ തോന്നുന്നത്. പറയാൻ പ്രത്യേകിച്ച് കാരണം കുറേ കാലങ്ങളായി 76 തുടങ്ങിയ കോളനിയാണ്. ആ കോളനിയിൽ ഒരു വികസനങ്ങൾ നടന്നു വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഇവർക്കുള്ള സൗകര്യാർത്ഥം കുറച്ചുകൂടി ചെയ്തു കൊടുക്കേണ്ടതാണ്. നല്ല മാറ്റമാണ്. തീർച്ചയായിട്ടും സന്തോഷം. കാരണം മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ആദിവാസി കോളനിയാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന ആളുകളെ നമ്മൾ മുഖ്യധാരയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അതിനുള്ള പിന്തുണയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. ഏതായാലും സന്തോഷം. ഇവരെ നല്ല വീടുകളിൽ താമസിക്കുന്നത് കാണാം. അതാണെങ്കിലും മാസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം കഴിയാൻ വേണ്ടിയിട്ടുള്ള അത് കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ നമ്മളെ സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിട്ടുള്ള അംബേദ്കർ ഡെവലപ്മെന്റ് പദ്ധതി എന്ന് പറഞ്ഞിട്ട് 1 കോടി രൂപയുടെ ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുകയാണ്. പാസ്സായിട്ടുണ്ട്. ഇപ്പോൾ MLA-ൻ്റെ ഡേറ്റ് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നിയമസഭ ചേർന്നതിന് ശേഷം നമുക്കൊരു ഡേറ്റ് കിട്ടും. അപ്പോൾ അതുകൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോളനിയുടെ നമ്മളെ ഈ നഗറിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ നമുക്ക് സാധിക്കുന്നുള്ള ആഗ്രഹത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് രേഖകളില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും പല ആളുകൾക്കും നമുക്ക് വീട് കൊടുക്കാൻ പറ്റാതെ നിൽക്കുന്നത്. അപ്പോൾ ആ രേഖകളൊക്കെ ഇവർ ഇപ്പോൾ ഈ 27 വീടുകളിൽ തന്നെ 24 വീടുകളിൽ തന്നെ പല ആൾക്കാർക്കും രേഖകൾ ഉണ്ടായിരുന്നില്ല. വീട് വെക്കാൻ വേണ്ടിയിട്ട് അടിസ്ഥാന രേഖകൾ വേണമല്ലോ. അതില്ലാത്തതുകൊണ്ട് അതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടാണ് ഇപ്പോൾ ഇത്രയും എത്തിച്ചിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരും കൂടി അടുത്ത ലിസ്റ്റിലാകുമ്പോഴത്തേക്കും അവർക്കും കൂടി കൊടുക്കാൻ സാധിക്കുന്നുള്ള ആഗ്രഹത്തിലാണ്. അതാണ് നമുക്ക് ഇവിടുന്ന് പങ്കുവെക്കാനുള്ളത്. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല, വളരെ മാറ്റത്തിൻ്റെ പാതയിലൂടെ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിച്ചത്. ഇവർ പറയുന്നത് പ്രധാന പ്രശ്നം ഈ വന്യജീവി ആക്രമണത്തിൽ നിന്നും സുരക്ഷ ലഭിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ നടപ്പിലാക്കണം എന്നൊരാവശ്യവുമാണ് ഇവർ ഉന്നയിക്കുന്നത്. ചോക്കാട് നിന്നും CB അനുമോദ്, ന്യൂസ് 18.